നമ്മളെപ്പോഴും നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം സന്തോഷമില്ലാത്തത്? എല്ലാവരും എത്ര സന്തോഷത്തോടെയാണ് കഴിയുന്നത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ. നമ്മളിൽ പലരും പുറത്തേക്ക് സന്തോഷം അഭിനയിക്കുന്നവരാണ്. ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചു കാണിക്കുന്നവരാണ്. പുറമേ നാം സന്തോഷത്തോടെ നടക്കുന്നു, സംസാരിക്കുന്നു, ജോലി ചെയ്യുന്നു. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് നിറയെ സങ്കടക്കടലാണ്. വേദനകൾ, ഓർമ്മകൾ, താരതമ്യം, ഒറ്റപ്പെടൽ, അങ്ങനെ പല കാരണങ്ങളാണ് നമുക്ക് സങ്കടപ്പെടാൻ. ഞാനൊരു ബുദ്ധകഥ പറയാം. ഒരു ഗ്രാമത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നവരായിരുന്നു. എവിടെയും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ചിരിച്ചു സംസാരിക്കൽ, പുറമെ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും അസൂയ തോന്നിപ്പോകുന്ന ജീവിതം. പക്ഷേ ആ നഗരത്തിൽ അഞ്ജലി എന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. കാണാൻ അതീവ സുന്ദരി, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നവൾ. അവളോട് സംസാരിക്കുന്ന ആർക്കും സന്തോഷത്തോടെ മാത്രമേ തിരികെ പോയിരുന്നുള്ളൂ. പക്ഷേ അവർക്കാർക്കും അറിയില്ലായിരുന്നു അവളുടെ മനസ്സിൽ ഒരു കടലോളം സങ്കടമുണ്ടെന്ന്. അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ വേദനകൾ പുറത്തേക്ക് വരും. അവൾ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയും. ഒന്നിനും ഒരു കുറവുമില്ലാതെ ജീവിക്കുമ്പോഴും എന്തോ നഷ്ടപ്പെട്ടതുപോലൊരു തോന്നൽ. കൂട്ടുകാരുമായി തമാശ പറഞ്ഞ് ചിരിക്കുമ്പോഴും അവൾക്കറിയാമായിരുന്നു ഇതൊന്നും അവളുടെ ഉള്ളിലെ ശൂന്യതയെ ഇല്ലാതാക്കില്ല. സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ദിവസം അവൾ ബുദ്ധനെ കാണാൻ പോയി. നഗരത്തിന് പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ബുദ്ധൻ ധ്യാനത്തിലായിരുന്നു. അഞ്ജലി ബുദ്ധന്റെ അടുത്ത് ചെന്ന് ബുദ്ധന്റെ കാൽക്കൽ വീണു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. എന്താണ് നിനക്ക് വേണ്ടെന്ന് മകളെ? ബുദ്ധൻ ശാന്തമായി ചോദിച്ചു. ഗുരു, എനിക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. പുറമേക്ക് സന്തോഷം ഭാവിക്കാറുണ്ടെങ്കിലും എൻ്റെ മനസ്സ് നിറയെ സങ്കടങ്ങളാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്നും കരകയറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു മാർഗം പറഞ്ഞു തന്നാലും. ബുദ്ധൻ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. എന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ, ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ബുദ്ധൻ പറഞ്ഞു. അവർ രണ്ടുപേരും നഗരത്തിന് പുറത്തേക്ക് നടന്നു. വഴിയിൽ ബുദ്ധൻ ഓരോ വീടുകളും കയറി ഇറങ്ങി. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ആളുകൾ ചിരിച്ച് സന്തോഷത്തോടെയാണ് ബുദ്ധനെ വരവേറ്റത്. ചിലർ ബുദ്ധന് പഴങ്ങൾ കൊടുത്തു, ചിലർ വെള്ളം കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ ആ നഗരത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നവരാണെന്ന് അഞ്ജലി വിശ്വസിച്ചു. അങ്ങനെ നടന്ന് നടന്ന് അവർ ഒരു നദിക്ക് സമീപമെത്തി. നദിയുടെ അപ്പുറം ഒരു കുടിലുണ്ടായിരുന്നു. അവിടെ ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. ആ വൃദ്ധൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ചെന്നവരെല്ലാം എന്താണ് കാര്യമെന്ന് ചോദിച്ചു. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതു കണ്ട ബുദ്ധൻ ആ വൃദ്ധനോട് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങക്ക്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എൻ്റെ ശാരീരിക അസുഖങ്ങൾ മാറിക്കിട്ടിയാൽ മതി. ബുദ്ധൻ അഞ്ജലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, ചിലർ ദുഃഖം പുറത്തേക്ക് കാണിക്കും, ചിലർ കാണിക്കില്ല. അപ്പോൾ പിന്നെ ഈ സന്തോഷം എന്നത് ഒരു മായയാണോ ഗുരു? അഞ്ജലി ചോദിച്ചു. അല്ല അഞ്ജലി, സന്തോഷം ഒരു മായയല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പുറമേയുള്ള ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നാണ്. നാം എപ്പോഴും നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു, പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു. അത് നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഗുരു? അഞ്ജലി ചോദിച്ചു. ആദ്യം നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നിന്റെ സന്തോഷം നീ തന്നെ കണ്ടെത്തുക. അവൾ ആ വൃദ്ധനോട് സംസാരിച്ചു. അവരുടെ ദുഃഖം മനസ്സിലാക്കി, അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അഞ്ജലിയുടെ ജീവിതം തന്നെ മാറി. അവൾ അവളുടെ സന്തോഷം കണ്ടെത്തി. അവൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞു. ചിരിക്കുന്ന മുഖങ്ങളെയും കരയുന്ന മനസ്സുകളെയും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബുദ്ധൻ പറഞ്ഞതുപോലെ സന്തോഷം ഒരു മായയല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നാണ്. നാം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ, പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ഈ ലോകത്തിൽ ഒരുപാട് പേർ ചിരിക്കുന്ന മുഖങ്ങളും കരയുന്ന മനസ്സുമായി ജീവിക്കുന്നു. നാം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു പുഞ്ചിരി നൽകാൻ കഴിയും. അത് അവർക്ക് മാത്രമല്ല, നമുക്കും സന്തോഷം നൽകും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
ഈ കഥയിലെ ബുദ്ധൻ്റെ വാക്കുകൾ നിങ്ങളിൽ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ബുദ്ധകഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.